ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറഞ്ഞാൽ ലോലോലിക്ക വെച്ച് നല്ല അടിപൊളി റെസിപ്പിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഈ ലോലോലിക്ക റെസിപ്പി നമ്മൾ ഷുഗർ സിറപ്പിനകത്തൊക്കെ വെച്ച് നമുക്ക് ജ്യൂസായിട്ട് ഉപയോഗിക്കാൻ പറ്റും. വെറുതെ കഴിക്കാനൊക്കെ സൂപ്പറാണ്. എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. എന്നാൽ വീഡിയോയിൽ പോയാലോ? എന്നാൽ നമ്മുടെ റെസിപ്പി ഉണ്ടാക്കാൻ തുടങ്ങിയാലോ? അതിന് വേണ്ടി ഞാൻ ഇവിടെ കുറച്ച് ലോലോലിക്ക, ഇത് നല്ല മധുരമുള്ളതല്ല, നല്ല പുളിയാണ് ഈ ലോലോലിക്കൊക്കെ. അപ്പോൾ കുറച്ചേറെ ലോലോലിക്ക ഇവിടെ എനിക്കൊരു ടീച്ചർ കൊണ്ട് തന്നതാണ്. ഞാൻ സ്കൂളിൽ പഠിപ്പിക്കുന്നത്. അപ്പം അവിടെ ഒരു ടീച്ചർ എനിക്ക് കൊണ്ട് തന്ന ലോലോലിക്കയാണ്. ഇത് കുറച്ചേറെ നാളായി കൊണ്ടുവന്നിട്ട്, പക്ഷേ അത് സമയം കിട്ടാത്തതുകൊണ്ട് ഞാൻ ഫ്രിഡ്ജ് വെച്ചിരിക്കുമായിരുന്നു. അതുകൊണ്ടാണ് ചെറിയൊരു കളർ വ്യത്യാസമൊക്കെ കാണുന്നത്. അപ്പോൾ നല്ലപോലെ കഴുകി വൃത്തിയാക്കി ലോലോലിക്ക നമ്മൾ നല്ലപോലെ തുടച്ചെടുക്കണം. ടവലോ തോർത്തോ വെച്ച് അതിൻ്റെ ഈർപ്പമൊക്കെ മാറാൻ വേണ്ടി നല്ലപോലെ നമുക്കൊന്ന് തുടച്ചെടുക്കാം. അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയിട്ട് നല്ലത് മാത്രം എടുത്താൽ മതി. അപ്പോൾ നല്ലപോലെ ഞാനതിനകത്ത് തുടച്ച് വൃത്തിയാക്കിയ ശേഷം ഒരു ഗ്ലാസ് ബോട്ടിലിനകത്തോ അല്ലെങ്കിൽ ഭരണിക്കകത്തോ ഇതിനകത്തോട്ടെങ്കിലും നമ്മളതൊന്ന് ഇട്ട് കൊടുക്കണം. അപ്പോൾ നല്ലപോലെ തുടച്ച് വൃത്തിയാക്കിയ ശേഷം ഞാനൊരു ഭരണിക്കകത്തോട്ട് ഇട്ട് കൊടുക്കുവാണ്. അപ്പം നല്ലപോലെ തുടച്ച ഇതാണിത്. ഈർപ്പം വെള്ളമയം കാണാൻ പാടില്ല. അപ്പോൾ ഇട്ട ശേഷം അതിനാവശ്യമുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഇപ്പോൾ 1/2 കിലോ ലോലോലിക്കാണെങ്കിൽ 1 കിലോ പഞ്ചസാരയെങ്കിലും ഇടണം. ഞാനിവിടെ ഒരു കണക്കൊന്നും നോക്കിയില്ല. കുറച്ചേറെ പഞ്ചസാര ഞാൻ ഇവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇട്ട ശേഷം നമുക്കിതൊന്ന് അടച്ച് മാറ്റി വയ്ക്കാം. അടച്ച് മാറ്റിയ ശേഷം ഇത് ഒരാഴ്ച കഴിഞ്ഞോ അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നമുക്കിതൊന്ന് ഒരു സ്പൂൺ വെച്ച് ഇളക്കി കൊടുക്കും. വെള്ളം ഒന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. നമുക്കിത് ഇടയ്ക്ക് സ്പൂൺ വെച്ചൊക്കെ ഇളക്കി കൊടുക്കാം. ഇപ്പം ഞാനൊരു 2-3 ദിവസമൊക്കെ കഴിഞ്ഞ് വെറുതെ തുറന്ന് നോക്കിയപ്പോൾ കണ്ടില്ലേ, ഇതെല്ലാം പഞ്ചസാരയെല്ലാം നല്ലപോലെ അതിനകത്തുനിന്ന് വെള്ളമൊക്കെ ഇറങ്ങി ഇതിനകത്ത് കുതിർന്ന് കിടപ്പുണ്ട്. ഇത് കുറച്ചേറെ നാളിന് ശേഷം നമുക്കിത് എടുത്ത് കഴിക്കാനും പറ്റും. നല്ല പുളിയും മധുരമൊക്കെ ആയിട്ട് നല്ല രുചിയായിരിക്കും ലോലോലിക്ക കഴിക്കാനും. നമുക്കിത് ജ്യൂസായിട്ടും വേണമെങ്കിൽ എടുക്കാൻ പറ്റും. ഇതിൻ്റെ ഈ ഇതിനകത്തെ ചാറെടുത്ത് നമുക്ക് ജ്യൂസ് പിഴിഞ്ഞല്ലോ ജ്യൂസായിട്ട് ഒഴിച്ച് കുടിക്കാൻ പറ്റും. ഞാനിപ്പോൾ അതാണ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ അതിനകത്ത് ചാറെടുക്കുമ്പോൾ തന്നെ നല്ല ഫ്ലേവറുണ്ട് അതിന് പുളിയും മധുരവും പഞ്ചസാരയും ചെറുക്കെ ഇഷ്ടംപോലെ മധുരമൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് ഇച്ചിരി വെള്ളം കൂടെ ഒഴിച്ച് ഐസ് കട്ടയൊക്കെ ഇട്ട് നമുക്കത് സെർവ് ചെയ്ത് ജ്യൂസായിട്ട് കുടിക്കാൻ പറ്റും. അല്ലെങ്കിൽ ഈ ലോലോലിക്ക വെറുതെ എടുത്ത് കഴിക്കാനും നല്ല രുചിയാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. ഇതൊരു നല്ലൊരു റെസിപ്പിയാണ്. വെറുതെ നമുക്കിങ്ങനെ ചുമ്മാതിരിക്കുമ്പോഴൊക്കെ ഒന്ന് എടുത്ത് തിന്നാനൊക്കെ ആയിട്ട് നല്ല രുചിയാണ്. എന്നാൽ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ.